നമ്മുടെ പല വീടുകളിലും സാധാരണ ഓട്ടിസം ഉള്ളവരുടെ ആയാലും അല്ലാത്ത വീടുകളിലായാലും മിക്കവാറും അമ്മ ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളിപ്പം ഇന്നിപ്പോൾ റൗണ്ട്സിന് പോയപ്പോഴും നമ്മൾ കണ്ടു, നമ്മളോട് സംസാരിക്കുന്ന ഒരു ടോണാണ്. കുട്ടിയെ അകത്തേക്ക് കയറി ഇരിക്കുമെന്ന് പറയുമ്പോഴേക്കും അമ്മ എന്നോടല്ലേ പറഞ്ഞു അകത്ത് കയറി ഇരിക്കുക. അതായത് പെട്ടെന്ന് കുട്ടികളോട് സംസാരിക്കുമ്പോൾ അറിയാതെ നമ്മുടെ സൗണ്ട് പൊങ്ങുന്നു. അപ്പോൾ ഞാൻ പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദർ ആർ 5 സ്റ്റേജസ് ഓഫ് സ്കോൾഡിങ് എന്ന് പറയും. ഈ ഒച്ചയെടുത്ത് സംസാരിക്കുന്ന സത്യത്തിൽ 3ാമത്തെ സ്റ്റേജ് ഓഫ് സ്കോൾഡിങ്ങാണ്. ഇത് എപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക എന്ന് വെച്ചാൽ, ചില പേരൻസ് വന്ന് പറയും അവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കും, വേറൊരാൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അവനെ ട്രെയിൻ ചെയ്യിച്ചിരിക്കുന്നത് ഈ ഒച്ചയിലുള്ള സൗണ്ട് കേൾപ്പിച്ചിട്ടുള്ള ട്രെയിനിങ്ങാണ്. അപ്പോൾ സാധാരണ ഒരാൾ വന്ന് എന്താ പറയുക, ഇങ്ങനൊരു ട്രെയിനിങ് പതുക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവർ കേൾക്കണമെന്നില്ല. അപ്പോൾ ഇത് മറികടക്കണമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ശബ്ദം ഉയർത്തി കുട്ടികളെ കൊണ്ട് അനുസരിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശീലം മാറ്റുക. നമ്മൾ വളരെ മൈൽഡായിട്ട് ആ സ്റ്റേജസ് ഓഫ് സ്കോൾഡിങ് ഒന്ന് കേട്ട് നോക്കുക. അതിനകത്തെ ഫസ്റ്റ് സ്റ്റേജ്, പരമാവധി സെക്കൻഡ്, മാക്സിമം ആണ് തേർഡ്. അതായത് ഒച്ചയെടുത്ത് സംസാരിക്കുന്നത് തേർഡ് സ്റ്റേജ് ഓഫ് സ്കോൾഡിങ് ആണ്. ഇതിലാണ് ട്രെയിനിങ് കൂടുതൽ കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടി ആര് ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ ഇത് വീട്ടിൽ നമ്മൾ തന്നെ ഒരു അരമണിക്കൂർ വീട്ടിലെ വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് കുട്ടികളോട് സംസാരിക്കണേ എന്നുള്ളത്. ഇത് മാറ്റി വെച്ചാൽ തന്നെ കുട്ടികൾ ഒച്ചയിടുന്നത് കുറയും, ദേഷ്യപ്പെടുന്നത് കുറയും, അവർ കുറച്ചുകൂടെ സെറ്റിൽഡ് ആവും. അതിനാദ്യം നമ്മൾ സെറ്റിൽഡ് ആവുക വേണ്ടത്.